പൈ നെറ്റ്വർക്കിൻ്റെ ഓപ്പൺ മെയിൻ നെറ്റിൻ്റെ പിന്നെ ഗ്രേസ് പീരീഡിൻ്റെ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ഒന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. എക്സ്പ്ലോർ ടെക്, ക്രിപ്റ്റോ ആൻഡ് ബിയോണ്ട് വിത്ത് SNK. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ പൈ നെറ്റ്വർക്കിൻ്റെ ഗ്രേസ് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ KYC കംപ്ലീറ്റ് ചെയ്യാനും മെയിൻ നെറ്റ് മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈമാണ് ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത്. ആ ഒരു ടൈം ഫ്രെയിമിനാണ് അവർ ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്തിരിക്കണം, പിന്നെ മെയിൻ നെറ്റ് മൈഗ്രേഷൻ ചെയ്തിരിക്കണം. ആദ്യം KYC കംപ്ലീറ്റ് ചെയ്യുക. KYC കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് മെയിൻ നെറ്റ് മൈഗ്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ നമ്മുടെ പൈയുടെ ആപ്പിൽ കിടക്കുന്ന കോയിൻസിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൻ്റെ മെയിൻ നെറ്റ്, അതായത് അതിൻ്റെ ബ്ലോക്ക് ചെയിനിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ, ബ്ലോക്ക് ചെയിൻ വാലറ്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിൻ നെറ്റ് മൈഗ്രേഷൻ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ആപ്പിൻ്റെ ഉള്ളിൽ ചുമ്മാ കിടക്കുന്ന ഒരു കോയിൻസാണ്. അപ്പോൾ അതിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൻ്റെ ആ ബ്ലോക്ക് ചെയിനിലായിട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതിനാണ് നമ്മൾ ഈ ഒരു മെയിൻ നെറ്റ് മൈഗ്രേഷൻ ചെയ്യണത്. അപ്പോൾ ആദ്യം KYC കംപ്ലീറ്റ് ചെയ്യുക. KYC കംപ്ലീറ്റ് ചെയ്ത് റിയൽ ആണെന്നുള്ളൊരു ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഗ്രേസ് പീരീഡ് അവർ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അത് ഡിസംബർ 31 വരെ ആയിരുന്നു നേരത്തെ ടൈം എന്ന് വെച്ച് ചെയ്യാം. അപ്പോൾ ഡിസംബർ 31 ഇപ്പോൾ ആവാൻ പോവാണ്. അപ്പോൾ ഡിസംബർ 31 എന്നുള്ളവർ മാറ്റിയിട്ട് ജനുവരി 31 ആക്കിയിട്ടുണ്ട്. അതായത് ഒരു മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ 18 മില്യൺ പയണിയേഴ്സാണ് ഇപ്പോൾ KYC ടോട്ടലായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ഹ്യൂജ് നമ്പറാണ്. അവരുടെ ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ടാർഗറ്റ് അവർ വെച്ചിരുന്നതെന്ന് വെച്ചാൽ 15 മില്യൺ ആയിരുന്നു. അപ്പോൾ 15 മില്യൺ അല്ലാണ്ട് ഇപ്പോൾ 18 മില്യൺ ആൾക്കാർ ഈ ഒരു KYC കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 10 മില്യൺ ആൾക്കാരായിരുന്നു മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ടാർഗറ്റ് വെച്ചിരുന്നത്. പക്ഷേ അതിൽ 8 മില്യൺ ആണ് മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതായത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, മൈഗ്രേറ്റ് ആയിട്ടുള്ളൂ. അതായത് മെയിൻ നെറ്റായിട്ട് മൈഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്ത 8 മില്യൺ ആൾക്കാരുള്ളൂ. അവരുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ 10 മില്യൺ ആയിരുന്നു. അപ്പോൾ അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുള്ള ആ ഒരു മൈഗ്രേഷൻ്റെ കേസിൽ അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുള്ള. പിന്നെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കുറേ ആൾക്കാർ ഇപ്പോൾ 18 മില്യൺ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ മൈഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. പിന്നെ അതുകൂടാണ്ട് KYC കംപ്ലീറ്റ് ചെയ്യാത്തതും മൈഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റക്കായി കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഓൾറെഡി കുറേ ആൾക്കാർ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഇനീഷ്യലി തൊട്ടുള്ളൊരു പയണിയേഴ്സാണ് അവർ. അപ്പോൾ അവർ വെറുതെ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഒരു മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തത്. ജനുവരി 31 വരെയാണ് അവരുടെ ഗ്രേസ് പീരീഡ് അവർ എക്സ്റ്റെൻഡ് ചെയ്തത്. അതായത് KYC കംപ്ലീറ്റ് ചെയ്യാനും മെയിൻ നെറ്റ് മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള എക്സ്റ്റൻഷനാണ് അത്. അപ്പോൾ ഈ ജനുവരി 31 വരെ നിങ്ങൾക്ക് ടൈമുണ്ട് മെയിൻ നെറ്റ് മൈഗ്രേഷൻ ചെയ്യാനായിട്ട്, KYC കംപ്ലീറ്റ് ചെയ്ത് മെയിൻ നെറ്റ് മൈഗ്രേഷൻ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഓൾറെഡി പൈ എക്കോസിസ്റ്റത്തിൽ ഏകദേശം 80-ൽ കൂടുതൽ DApps ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് ആപ്സും പ്രോഡക്ട്സും ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഓപ്പൺ മെയിൻ നെറ്റ് വന്നതിന് മുമ്പ് തന്നെ. ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി എൻക്ലോസ്ഡ് മെയിൻ നെറ്റിലാണ്. അതായത് നമുക്ക് പൈ ബ്രൗസർ ടു പൈ ബ്രൗസർ ട്രാൻസാക്ഷൻ മാത്രമേ പറ്റുള്ളൂ. അതായത് നമ്മൾ KYC കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോയിൻസ് പൈ ബ്രൗസറിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ പൈ ബ്രൗസറിൽ നിന്ന് വേറൊരാളുടെ പൈ ബ്രൗസറിലായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ് ഇപ്പോൾ പറ്റുള്ളൂ. തമ്മിലുള്ള പൈ ആപ്പുകളിൽ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ എൻക്ലോസ്ഡ് മെയിൻ നെറ്റിൽ ആയതുകൊണ്ടാണ്. പിന്നെ പൈയുടെ ഉള്ളിലുള്ള DApps-ഉം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള യൂസ് മാത്രമാണ് ഇപ്പോൾ പറ്റുള്ളൂ. പക്ഷേ ഇനി ഓപ്പൺ മെയിൻ നെറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഓപ്പൺ ആയിരിക്കും, അത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു ബ്ലോക്ക് ചെയിൻ എല്ലാവർക്കും പബ്ലിക്കലി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് പൈയിൽ നിന്ന് വേറെ എക്സ്ചേഞ്ചുകളിലായിട്ട് പൈ ആപ്പിൽ നിന്ന് വേറെ എക്സ്ചേഞ്ചുകളിലായിട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഓപ്പൺ മെയിൻ നെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഓപ്പൺ മെയിൻ നെറ്റിൻ്റെ ഡേറ്റും അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കേസ്, ഈ ഒരു KYC മെയിൻ നെറ്റ് മൈഗ്രേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പഴയകാല പയണിയേഴ്സിന് പറ്റാത്തതുകൊണ്ട് അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഒരു ടൈം കൊടുത്തിട്ട് ഈ ഒരു ഓപ്പൺ മെയിൻ നെറ്റിലേക്ക് ചെയ്യാമെന്നാണ്, ഓപ്പൺ മെയിൻ നെറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് അവർ വിചാരിച്ചത്. അപ്പോൾ അവരുടെ പ്ലാനിങ് എന്ന് വെച്ചാൽ ഡിസംബറിൽ ഓപ്പൺ മെയിൻ നെറ്റ് വരാനായിരുന്നു. അപ്പോൾ ആ പ്ലാനിങ് മാറ്റിയിട്ട് Q1 2025 ഇനി ഓപ്പൺ മെയിൻ നെറ്റ് വരുന്നത്. അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസത്തിനുള്ളിൽ ഓപ്പൺ മെയിൻ നെറ്റ് വരുന്നതാണ് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഈ ജനുവരി 31 മുമ്പ് നിങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്യുക. ഇനി നിങ്ങളുടെ KYC സ്റ്റക്കായിട്ടിരിക്കുകയാണെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും എവിടെയെങ്കിലുമൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് പൈ ബ്രൗസറിൽ ചെക്ക് ചെയ്യാൻ പറ്റും. പൈ ബ്രൗസറിൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ KYCയിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ റീസബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അപ്രൂവ് ആയി കിട്ടും. KYC കംപ്ലീറ്റ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. 5 മിനിറ്റിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. ചിലർക്ക് 5 മിനിറ്റിൽ തന്നെ അപ്രൂവ് ആയി കിട്ടും. എനിക്കൊക്കെ 5 മിനിറ്റിൽ തന്നെ അപ്രൂവ് ആയി കിട്ടി. പിന്നെ ഒരു ദിവസമൊക്കെ ഡിലേ വരും ചിലപ്പോൾ.
അപ്പോൾ ഒരു ദിവസം ഡിലേ വന്നാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടേക്കോ, ഇൻ്റർവ്യൂവിൽ പോകും, ഒരു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അപ്രൂവ് ആയി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻ നെറ്റ് ചെക്ക് ലിസ്റ്റിലെ എല്ലാ സംഭവങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ നെറ്റ് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, മെയിൻ നെറ്റിലോട്ട് മൈഗ്രേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, മെയിൻ നെറ്റ് മൈഗ്രേഷൻ്റെയും KYCയുടെയൊക്കെ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ 5 ലക്ഷം ആൾക്കാരുടെയാണ് KYC കംപ്ലീറ്റ് ചെയ്തതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു പെർ ഡേ 2 ലക്ഷം പേരുടെ കംപ്ലീറ്റ് ചെയ്യാനുള്ള സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫാസ്റ്ററായിട്ട് ഇനി KYC പ്രോസസ്സ് മൂവ് ചെയ്യും. അപ്പോൾ KYC കംപ്ലീറ്റ് ചെയ്യാത്തവർ അല്ലെങ്കിൽ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇനി KYC അപ്ലൈ ചെയ്യാനുള്ളത് വന്നിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് പെട്ടെന്ന് അപ്രൂവ് ആയി കിട്ടും. സാധാരണ ഇപ്പോൾ തന്നെ ഡിലേ ഒന്നും ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഇപ്പോൾ KYC റിജക്റ്റ് ആയെങ്കിൽ റീ അപ്ലൈ ചെയ്യാം, അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ടുള്ള എല്ലാം ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ജനുവരി 31 മുമ്പ് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ജനുവരി 31 മുമ്പ് KYC കംപ്ലീറ്റ് ചെയ്യണം. KYC കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മെയിൻ നെറ്റ് മൈഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ട, സ്റ്റാർട്ടെങ്കിലും ചെയ്ത് വെക്കണം. പിന്നെ അടുത്തൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈ നെറ്റ്വർക്കിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി മൈൻ ചെയ്ത സാധനങ്ങൾ നമ്മൾ KYC കംപ്ലീറ്റ് ചെയ്ത് മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ തൊട്ട് മുമ്പ് വരെയുള്ള പൈസ് മൈഗ്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ പൈ ബ്രൗസറിൻ്റെ ഉള്ളിലോട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൈൻ ചെയ്ത് കിട്ടുന്ന പൈസ്, അതായത് അത് കഴിഞ്ഞ് ഈ മൈഗ്രേഷന് ശേഷം മൈൻ ചെയ്ത് കിട്ടുന്ന പൈ ഇപ്പോൾ ട്രാൻസ്ഫറബിൾ ബാലൻസ് എന്ന് പറഞ്ഞ് പൈയിലാണ് കിടക്കുന്നത്, പൈ ആപ്പിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ, അത് മെയിൻ നെറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ അവർ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് അടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ചാൽ, അതായത് സെക്കൻഡ് മൈഗ്രേഷന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ അവർ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഓപ്പൺ മെയിനിന് മുമ്പ് വരും. അപ്പോൾ ഇതൊക്കെയാണ് ഈ പൈയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.